നമസ്കാരം. സംസ്ഥാന ഭരണത്തിന്റെ നയങ്ങളോടും പ്രവർത്തന ശൈലിയോടും ജനങ്ങൾ പുലർത്തിയിരുന്ന കടുത്ത വിയോജിപ്പ് വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റത്തിന് ഇപ്പോൾ വഴിവെച്ചിരിക്കുകയാണ്. ഭരണ തുടർച്ചയുടെ രണ്ടാം ഘട്ടത്തിൽ സർക്കാർ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ജനങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ പാർട്ടി അണികളിൽ നിന്നും ഒരേപോലെ ഉയർന്ന പ്രതിഷേധമായിരുന്നു. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ മുൻപൊരിക്കലും ഉണ്ടാകാത്ത വിധം ഭരണവിരുദ്ധ വികാരം അലയടിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് നേരിടേണ്ടി വന്നത് കനത്ത തിരിച്ചടിയാണ്. ഈ തകർച്ചയ്ക്ക് പിന്നിൽ കേവലം ഒരു താൽക്കാലിക രാഷ്ട്രീയ മാറ്റം എന്നതിലുപരിയായിട്ട് ആഴത്തിൽ വേരോടിയ നിരവധി കാരണങ്ങളുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ്. അവ ഓരോന്നും പരിശോധിക്കുമ്പോൾ ഭരണകൂടത്തിൻ്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്താനായിട്ട് സാധിക്കും. ന്യൂനപക്ഷ വോട്ടുകളൊക്കെ തന്നെ കൈവിട്ടു പോയതും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ സർക്കാർ തലത്തിൽ തന്നെ നടന്ന നീക്കങ്ങളുമൊക്കെ തന്നെ ഈ ഒരു പരാജയത്തിൻ്റെ ആദ്യപടിയായിട്ട് കാണാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടിക്ക് പരിഹാരമായിട്ട് സർക്കാർ കണ്ടത് ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണമായിരുന്നു. ഇതിനായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ചില പ്രസ്താവനകളാകട്ടെ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ വലിയ അരക്ഷിതാവസ്ഥയും പ്രതിഷേധവും ഉണ്ടാക്കി. മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ച് നടത്തിയ ചില വിവാദ പരാമർശങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയ ആയുധമായിട്ട് മാറിയപ്പോൾ തങ്ങൾ ലക്ഷ്യം വെച്ചിരുന്ന ഹൈന്ദവ വോട്ടുകളൊക്കെ തന്നെ ലഭിച്ചതുമില്ല. എന്നാൽ ഉറച്ചുനിന്ന ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെടുകയും ചെയ്തു. ഈ ഇരട്ട പ്രഹരം അത് മലബാർ മേഖലയിൽ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന് വലിയ ഭീഷണി ഉയർത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ട ആഭ്യന്തര കലാപങ്ങളും ആശയപരമായിട്ടുള്ള തകർച്ചയുമാണ് മറ്റൊരു പ്രധാന ഘടകം. പാർട്ടി എന്നത് ഒരു വ്യക്തിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്കും മാത്രം കേന്ദ്രീകരിക്കപ്പെട്ടു എന്ന വസ്തുത, ആ ഒരു ആരോപണം അണികൾക്കിടയിൽ കടുത്ത അതൃപ്തി ഉണ്ടാക്കി. തൊഴിലാളി വർഗത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളേണ്ട പാർട്ടി കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കും അതോടൊപ്പം തന്നെ കച്ചവട താല്പര്യങ്ങൾക്കും വഴങ്ങുന്നുവെന്ന തോന്നൽ പാരമ്പര്യമായി ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന സഖാക്കളെ പോലും വേദനിപ്പിച്ചു. പലയിടങ്ങളിലും പാർട്ടിക്കുള്ളിലെ വിമത സ്വരങ്ങളൊക്കെ തന്നെ വോട്ടായിട്ട് മാറുകയും ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ട് ചോർച്ച ഉണ്ടാവുകയും ചെയ്തത് ഈ ആഭ്യന്തര ശൈഥില്യം കാരണം. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും UDFന് ലഭിച്ച വൻ മുന്നേറ്റം അത് പിണറായി വിരുദ്ധ തരംഗത്തിൻ്റെ വ്യക്തമായ സൂചനയായിരുന്നു. കേരള കോൺഗ്രസ് എമ്മിൻ്റെ തകർച്ച അതും ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ ശക്തി കേന്ദ്രമായ കോട്ടയം ജില്ലയിൽ പോലും ജോസ് കെ മാണിക്ക് ഒരു ചലനമുണ്ടാക്കാൻ കഴിയാതെ പോയത് വ്യക്തിപരമായ പരാജയത്തെക്കാൾ ഉപരി സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരമാണ്. ഹൈന്ദവ വോട്ടുകൾക്ക് മുൻതൂക്കമുള്ള കൊല്ലം, തിരുവനന്തപുരം മേഖലകളിലൊക്കെ തന്നെ UDFന് അനുകൂലമായ കാറ്റ് വീശിയത് സർക്കാരിൻ്റെ അഹങ്കാരത്തിനുള്ള ഒരു മറുപടിയായിട്ടാണ് ജനങ്ങൾ ഇവിടെ വിലയിരുത്തിയത്. പരമ്പരാഗത വോട്ടുകൾ പോലും പെട്ടിയിലാക്കാൻ കഴിയാത്ത വിധം സാധാരണ ജനങ്ങൾ സർക്കാരിൽ നിന്ന് അകന്നു പോയിരുന്നു എന്നത് സത്യമാണ്. നായർ സമുദായവും മറ്റു പ്രബല സമുദായങ്ങളും ഇത്തവണ സർക്കാരിനോട് പുറംതിരിഞ്ഞു നിന്നു. ശബരിമല വിഷയത്തിൽ വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തിയ നടപടികൾ ഇന്നും ജനമനസ്സുകളിൽ മായാതെ നിൽക്കുന്നുണ്ട്. സമുദായ നേതാക്കളെ അവഗണിക്കുകയും അവരെ അവഹേളിക്കുകയും ചെയ്യുന്ന സമീപനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ അവർ ഒന്നിച്ച് UDFന് പിന്നിൽ അണിനിരുന്നു. നായർ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള പ്രചരണങ്ങൾ കൂടി വന്നതോടെ തെക്കൻ കേരളത്തിലെ വോട്ടിംഗ് രീതി തന്നെ മാറുകയും അത് ഇടതുപക്ഷത്തിന്റെ അടിത്തറ ഇളക്കുകയും ചെയ്തു. ഇത്തരത്തിൽ വിശ്വാസികളുടെ വ്രണപ്പെട്ട വികാരം തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന ആയുധമായിട്ട് മാറി. വിശ്വാസ സംരക്ഷണത്തിന്റെ കാര്യത്തിലും സർക്കാർ സ്വീകരിച്ച ഇരട്ടത്താപ്പും ഒക്കെ തന്നെ വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന പ്രസ്താവനകളും വലിയ വില നൽകേണ്ടി വന്ന ഘടകങ്ങളാണ്. ഭഗവാൻ അയ്യപ്പൻ ഒരു ജാതിക്കോ മതത്തിനോ മാത്രമുള്ളതല്ല എന്ന സാർവത്രിക വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള നീക്കങ്ങൾ ഗൂഢാലോചനയാണെന്ന് വിശ്വാസികൾ കരുതി. ശബരിമലയിലെ ആചാരങ്ങളൊക്കെ തന്നെ തകർക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നുവെന്ന ആക്ഷേപം ഹൈന്ദവ വിശ്വാസികളിൽ മാത്രമല്ല ഇതര മതസ്ഥരിലെ വിശ്വാസി വിഭാഗങ്ങൾക്കിടയിലും ആശങ്കയുണ്ടാക്കി. ഈ ആത്മീയ രോഷം അത് ബാലറ്റിലൂടെ പുറത്തു വന്നപ്പോൾ അത് സർക്കാരിന് താങ്ങാവുന്നതിലുമൊക്കെ തന്നെ അധികമായി. സർക്കാരിൻ്റെ അതിര് കവിഞ്ഞ PR പ്രചരണങ്ങളൊക്കെ തന്നെ ജനങ്ങളിൽ വലിയ തോതിലുള്ള വിദ്വേഷമാണ് ഉണ്ടാക്കി. കാരണം എവിടെ നോക്കിയാലും മുഖ്യമന്ത്രിയുടെ ചിത്രങ്ങളും നേട്ടങ്ങൾ അവകാശപ്പെടുന്ന പരസ്യങ്ങളും കണ്ടും അടുത്ത ജനങ്ങൾ ഇതിനെ ഒരു ധൂർത്തായിട്ട് കണ്ടു. KSRTC ബസ്സുകൾ അതോടൊപ്പം തന്നെ പത്രദൃശ്യ മാധ്യമങ്ങൾ എന്നിവയിൽ കോടികൾ ചിലവഴിച്ച് നടത്തിയ ചില പ്രചരണങ്ങളൊക്കെ സർക്കാരിന് യാതൊരു നേട്ടവും ചെയ്തില്ലെന്ന് മാത്രമല്ല ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമായിട്ട് അത് മാറുകയും ചെയ്തു. ഈ അനാവശ്യ പ്രദർശനം അത് ജനങ്ങളിൽ മടുപ്പുണ്ടാക്കുകയും ഭരണകൂടത്തിൻ്റെ പൊള്ളത്തരം തട്ടിപ്പ് തിരിച്ചറിയാനായിട്ട് കാരണമാവുകയും ചെയ്തു. മുഖ്യമന്ത്രിയെ ഒരു ജനകീയ നേതാവായി ചിത്രീകരിക്കാൻ നടത്തിയ ഈ ഒരു കൃത്രിമ ശ്രമം അത് പാളിപ്പോകുന്നത് നാം കണ്ടു. സെലിബ്രിറ്റികളെ ഉപയോഗിച്ച് നടത്തിയ അഭിമുഖങ്ങൾ, പ്രത്യേകിച്ച് മോഹൻലാലിനെയൊക്കെ വിളിച്ചു വരുത്തിയ അഭിമുഖം, മൃഗങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന വീഡിയോകളും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു പരിഹാസപാത്രമാക്കി മാറ്റി. മുൻപ് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിരുന്ന മുഖ്യമന്ത്രി പെട്ടെന്ന് ശൈലി മാറ്റുന്നത് സ്വാഭാവികമല്ലെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ആത്മാർത്ഥതയില്ലാത്ത ഇത്തരം പ്രതിച്ഛായ നിർമ്മാണങ്ങളൊക്കെ തന്നെ അത് വോട്ടർമാരെ സ്വാധീനിക്കുന്നതിന് പകരം സർക്കാരിൻ്റെ വിശ്വാസ്യത ഇല്ലാതാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയിലെ അഹങ്കാരവും ധാർഷ്ട്യവും ജനങ്ങളിൽ വലിയ അകൽച്ചയുണ്ടാക്കി മാറ്റി. ഭരണകൂടത്തിൻ്റെ ആഡംബര ജീവിതവും
സാധാരണക്കാരൻ്റെ ദാരിദ്ര്യവും തമ്മിലുള്ള അന്തരം അത് ജനങ്ങളെ പ്രകോപിപ്പിച്ചു. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കോടികൾ ചിലവഴിച്ച് വിദേശയാത്രകൾ നടത്തിയതും ക്ലിഫ് ഹൗസിൽ പുതിയ സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കിയതും ജനങ്ങൾക്കിടയിൽ ചർച്ചയായി മാറി. സാധാരണക്കാർക്ക് പെൻഷനും ശമ്പളവും മുടങ്ങുമ്പോൾ ഭരണാധികാരികൾ ഹെലികോപ്റ്ററിലും ആഡംബര വാഹനങ്ങളിലുമൊക്കെ തന്നെ യാത്ര ചെയ്യുന്നത് പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ഈ ഒരു ധൂർത്ത് അത് സർക്കാരിൻ്റെ ജനവിരുദ്ധ മുഖം തുറന്നു കാട്ടി. പ്രകൃതി ദുരന്തങ്ങളെ പോലും രാഷ്ട്രീയ ലാഭത്തിനായിട്ട് ഉപയോഗിക്കുന്നുവെന്നുള്ള ആരോപണം സർക്കാരിന് വലിയ തിരിച്ചടിയായി മാറി. പ്രളയകാലത്തും ഉരുൾപൊട്ടൽ സമയത്തുമൊക്കെ തന്നെ സർക്കാർ നടത്തിയ ഇടപെടലുകളൊക്കെ തന്നെ PR വർക്കുകൾക്ക് വേണ്ടിയുള്ളതായിരുന്നു എന്ന തോന്നൽ അത് ദുരിതബാധിതർക്കിടയിൽ പോലും ഉണ്ടായി. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലെ വീഴ്ചകളും സഹായങ്ങളൊക്കെ തന്നെ കൃത്യമായി അർഹരിലേക്ക് എത്തുന്നതിലെ കാലതാമസവും ചർച്ചയായി മാറി. കള്ളക്കണക്കുകൾ നിരത്തി ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആക്ഷേപം ശക്തമായതോടുകൂടി ഒരു കാലത്ത് ക്യാപ്റ്റൻ എന്ന് വിളിച്ചിരുന്നവർ പോലും സർക്കാരിനെതിരെ ശബ്ദമുയർത്തുകയുണ്ടായി. ആരോഗ്യമേഖലയിലെ തകർച്ചയും മന്ത്രിമാരുടെ ഉത്തരവാദിത്വമില്ലാത്ത പെരുമാറ്റവുമൊക്കെ തന്നെ പരാജയത്തിൻ്റെ ആക്കം കൂട്ടി. ജീവരക്ഷാ മരുന്നുകളുടെയൊക്കെ തന്നെ അഭാവവും ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെയൊക്കെ തന്നെ കുറവും കാരണം സാധാരണക്കാർ ദുരിതമനുഭവിച്ചപ്പോൾ സർക്കാർ കെട്ടിടങ്ങളുടെയൊക്കെ തന്നെ മോടി കൂട്ടുന്ന തിരക്കിലായിരുന്നു ഗവൺമെൻറ്. ഈ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞ ഡോക്ടർമാരെയും ജീവനക്കാരെയും വേട്ടയാടുന്ന സമീപനമാണ് സർക്കാരിൽ നിന്നും ഉണ്ടായത്. ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ പ്രസ്താവനകളും പ്രതിഷേധിക്കുന്നവരോടുള്ള നിലപാടുമൊക്കെ തന്നെ ജനങ്ങളിൽ പുച്ഛമാണ് ഉണ്ടാക്കിയത്. മികച്ച സേവനം ലഭിച്ചിരുന്ന ആരോഗ്യ മേഖല ഇപ്പോൾ അഴിമതിയുടെയും അനാസ്ഥയുടെയും ഒക്കെ തന്നെ കേന്ദ്രമായി മാറിയത് ജനങ്ങളെ സർക്കാരിൽ നിന്ന് അകറ്റുകയുണ്ടായി. തൊഴിലില്ലായ്മയും അതോടൊപ്പം തന്നെ പിൻവാതിൽ നിയമനങ്ങളും യുവാക്കൾക്കിടയിൽ സർക്കാരിനുള്ള കടുത്ത വെറുപ്പിന് കാരണമായി മാറി. PSC വഴി ജോലി കാത്തിരുന്ന 10,000-കണക്കിന് ഉദ്യോഗാർത്ഥികളെ വഞ്ചിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തകരെയും ശിങ്കിടികളെയും കരാർ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെടുത്തിയ നടപടി വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചു. റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടാതിരിക്കുകയും അനർഹരായവർക്ക് ജോലി നൽകുകയും ചെയ്യുന്നതിലൂടെയൊക്കെ തന്നെ സർക്കാർ യുവാക്കളുടെ ഭാവി തകർക്കുകയായിരുന്നു. ഈ ഒരു യുവജന രോഷം അത് പോളിംഗ് ബൂത്തുകളിൽ പ്രതിഫലിച്ചപ്പോൾ ഇടതുപക്ഷത്തിന് വലിയ തോതിലുള്ള വോട്ട് ചോർച്ചയാണ് ഉണ്ടായത്. അതുപോലെ പൊതുസമൂഹത്തിൽ വലിയ ആഘാതമുണ്ടാക്കിയ ചില കൊലപാതകങ്ങളും മരണങ്ങളുമൊക്കെ തന്നെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി മാറ്റി. വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിൻ്റെ ദാരുണമായ മരണം കേരള മനസാക്ഷിയെ ഉലച്ചു. പ്രതികളായ SFI പ്രവർത്തകരെ സംരക്ഷിക്കാൻ സർക്കാർ കാട്ടിയ താല്പര്യം മാതാപിതാക്കൾക്കിടയിൽ സർക്കാരിനോടുള്ള വിശ്വാസം തകർത്തു. ഇത് പൊതുജന മധ്യത്തിലും വലിയ ചർച്ചയായി മാറി. അതുപോലെ തന്നെ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ്റെ ആത്മഹത്യയും അതിനു പിന്നിലെ രാഷ്ട്രീയ ഇടപെടലുകളും പുറത്തു വന്നപ്പോൾ, പ്രത്യേകിച്ച് PP ദിവ്യയെ പിന്തുണച്ച കാര്യമൊക്കെ തന്നെ അത് പുറത്തു വന്നപ്പോൾ സർക്കാർ പൂർണ്ണമായും പ്രതിരോധത്തിലായി. ഇത്തരം സംഭവങ്ങളൊക്കെ തന്നെ ഭരണകൂടം ക്രിമിനലുകൾക്ക് ഒപ്പമാണെന്ന സന്ദേശമാണ് നൽകിയത്. ഉദ്യോഗസ്ഥരോടുള്ള സർക്കാരിൻ്റെ ശത്രുതാപരമായിട്ടുള്ള സമീപനവും ഈ പരാജയത്തിൻ്റെ മറ്റൊരു പ്രധാന കാരണമാണ്. നീതിപൂർവ്വം പ്രവർത്തിക്കുന്ന IAS IPS ഉദ്യോഗസ്ഥരെ പോലും രാഷ്ട്രീയ കാരണങ്ങളാൽ പീഡിപ്പിക്കുകയും അവരെ സ്ഥലം മാറ്റുകയും ചെയ്യുന്ന രീതി സർക്കാരിൻ്റെ പ്രവർത്തനത്തെ ദോഷകരമായി തന്നെ ബാധിച്ചു. സർക്കാരിൻ്റെ ഇത്തരത്തിൽ തെറ്റായിട്ടുള്ള നയങ്ങളെ എതിർക്കുന്നവരെ ശത്രുക്കളായിട്ട് കാണുന്ന ആ ഒരു ശൈലി ഭരണയന്ത്രത്തിൻ്റെ താളം തെറ്റി. ജീവനക്കാരുടെ ശമ്പളവും പെൻഷൻ ആനുകൂല്യങ്ങളും തടഞ്ഞു വെച്ചതും DA കുടിശ്ശികയൊക്കെ തന്നെ നൽകാത്തതും സർക്കാർ ജീവനക്കാരെ സർക്കാരിനെതിരെ തന്നെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. ചുരുക്കത്തിൽ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരോട് പിണറായി സർക്കാർ കാണിച്ച മനുഷ്യത്വമില്ലാത്ത സമീപനമാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. പാവപ്പെട്ട തൊഴിലാളികൾ, ആശാ വർക്കർമാർ, നേഴ്സുമാർ എന്നിവരൊക്കെ തന്നെ തങ്ങളുടെ അവകാശങ്ങൾക്കായിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ തെരുവിൽ സമരം ചെയ്തപ്പോൾ അവരെ അടിച്ചൊതുക്കാൻ പോലീസ് ലാത്തികൾ സർക്കാർ ഉപയോഗിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിന് പകരമായിട്ട് അവരെ ആക്ഷേപിക്കുന്ന ഒരു സമീപനമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ തന്നെ സ്വീകരിച്ചത്. ഈ പ്രധാന കാരണങ്ങളൊക്കെ തന്നെ കൃത്യമായി വിശകലനം ചെയ്യുമ്പോൾ ജനങ്ങളിൽ നിന്നും യാഥാർത്ഥ്യങ്ങളിൽ നിന്നുമൊക്കെ തന്നെ അകന്നു പോയിട്ടുള്ള ഒരു ഭരണകൂടത്തിന് ലഭിച്ച സ്വാഭാവികമായിട്ടുള്ള തിരിച്ചടിയാണ് ഈ പരാജയം എന്നത് വ്യക്തമാകുന്നു. ഏതായാലും വരും കാലങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ തിരുത്തലുകൾക്ക് ഈ ഫലം LDFന് ഒരുപക്ഷെ കാരണമെന്ന് ഉറപ്പാണ്.